വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. ഇന്ന് നമ്മൾ ഡിസ്ചാർജും അതുപോലെ അക്വിറ്റലുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. BNSSലെ ഡിസ്ചാർജും അക്വിറ്റലും. ഡിസ്ചാർജ് എന്ന് പറയുന്നത് എൻക്വയറിയോ അല്ലെങ്കിൽ ട്രയൽ നടക്കുന്ന സമയത്ത് കോർട്ടിന് മനസ്സിലാവുകയാണ് അവിടെ ഒരു പ്രൈമാ ഫേസിയ കേസോ അതല്ലെങ്കിൽ പ്രൈമാ ഫേസിയ എവിഡൻസ്. പ്രൈമാ ഫേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ബിഗിനിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആവുന്ന സാഹചര്യത്തിൽ കോർട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്യൂസ്ഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ പാസ് ചെയ്യും. അതാണ് ഓർഡർ ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഈ ഓർഡർ ഓഫ് ഡിസ്ചാർജ് ഒരിക്കലും ആ അക്യൂസ്ഡിൻ്റെ ഗിൽട്ടോ അല്ലെങ്കിൽ ഇന്നസെൻസ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യില്ല. അതായത് അയാളൊരു കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഒരു ഇന്നസെൻറ്റ് പേഴ്സൺ ആണ്, അങ്ങനെയൊന്നും ഈ ഡിസ്ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതേപോലെ ഇനി ഈ അക്യൂസ്ഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള എവിഡൻസ് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പുതിയൊരു എവിഡൻസ് കൊണ്ടുവന്നാലും അതൊരിക്കലും ബാറിയില്ല. അതായത് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. അവർക്ക് പുതിയ എവിഡൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കേസ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും അത് തടഞ്ഞ് അല്ലെങ്കിൽ നിർത്തില്ല. അപ്പോൾ ഇതെന്ന് പറയണത് ഒരു പ്രൈമാ ഫേസിയ ഫ്രം ദ ബിഗിനിങ് നമുക്കൊരു എവിഡൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് നോട്ടത്തിൽ നമുക്കൊരു എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്സാക്കുന്നതാണ് ഈ ഓർഡർ ഓഫ് ഡിസ്ചാർജ്. എപ്പോഴാണോ അവർ എവിഡൻസ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ പുതിയത് എവിഡൻസ് കൊണ്ടുവന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കേസും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒരിക്കലും ഈ ഡിസ്ചാർജ് പാസ്സാക്കിയതുകൊണ്ട് അയാൾ ഒരു ഇന്നസെൻ്റ് ആണെന്നോ അതല്ലെങ്കിൽ അത് കുറ്റവാളിയാണെന്നോ പറയാൻ പറ്റില്ല. അക്വിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയലിൻ്റെ എൻഡ് സമയത്ത് നടക്കുന്നതാണ് ഈ അക്വിറ്റൽ എന്ന് പറയുന്നത്. ഇനി പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന എവിഡൻസ് ഉണ്ടാവുള്ളൂ. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിക്ടിമിന് വേണ്ടിയുള്ളവരായിരിക്കും. ആ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന എവിഡൻസ് എന്തല്ല, ഒരിക്കലും അയാൾ കുറ്റക്കാരനാണ് എന്ന് കാണിക്കാൻ മാത്രമുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ, അതായത് അവർ കൊണ്ടുവന്ന എവിഡൻസ് സഫിഷ്യൻ്റ് അല്ല, അത് പോരാ അയാളെ കുറ്റക്കാരനാക്കാൻ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഓർഡർ ഓഫ് അക്വിറ്റൽ കൊടുക്കുക. ഈ ഓർഡർ ഓഫ് അക്വിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ ആ അക്യൂസ്ഡ് ഇന്നസെൻ്റ് ആണെന്നാണ് അർത്ഥം. അതായത് അയാൾ കുറ്റവാളിയല്ല എന്നാണ് അതിനർത്ഥം. എപ്പോഴായിരിക്കും ഈ അക്വിറ്റൽ കൊടുക്കുക? ജഡ്ജ്മെൻറ്റിന് ശേഷമായിരിക്കും. അതായത് ഒരു ട്രയൽ കഴിഞ്ഞ് അതിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനമായിരിക്കും ഈ അക്വിറ്റൽ കൊടുക്കുക. ഇങ്ങനൊരു ഓർഡർ ഓഫ് അക്വിറ്റൽ ഒരാൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു ഫ്രഷ് ആയിട്ടുള്ള എവിഡൻസ് വന്നു അല്ലെങ്കിൽ പുതിയൊരു കാര്യങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ കേസ് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് റീട്രയൽ നടത്താൻ പറ്റില്ല. അത് ബാർഡാണ്. കാരണം അയാളെ നമ്മൾ ജഡ്ജ്മെൻ്റ് അടക്കം വന്നതിന് ശേഷമാണ് അയാൾ കുറ്റവാളിയല്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ കേസിനെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല BNSSൽ സെക്ഷൻ 337 പ്രകാരം ഒരാളിനെ ഒരിക്കൽ അക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ഒഫൻസ് നമുക്ക് അയാളിനെ എന്ത് ചെയ്യാൻ പാടില്ല, വീണ്ടും ട്രയൽ നടത്താൻ പറ്റില്ല. ഒരിക്കൽ അയാളെ അക്വിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അയാളെ ട്രയൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമാണ് ഡിസ്ചാർജും അതുപോലെ അക്വിറ്റലും. നമുക്ക് പെട്ടെന്ന് ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോഴും സെയിം ആണെന്ന് തോന്നും, പക്ഷെ അതിനും രണ്ട് മീനിങ് ആണുള്ളത്. അപ്പം നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.